ഹലോ ഐസേലോസ്, ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാനിൽ 2 കപ്പ് കടലമാവ് എടുക്കാം. ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൽ തന്നെ എല്ലാം എടുക്കണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണേ. നന്നായി മിക്സ് ചെയ്ത് വരുമ്പം ഇതിങ്ങനെ തരി തരി പോലെ ആവണം. അത് അത്രയ്ക്കും മിക്സ് ചെയ്യണം. ഈ നെയ്യും പാലും ഇതിൽ കംപ്ലീറ്റ്ലി കമ്പൈൻ ചെയ്ത് കണ്ടോ, ഈ ഒരു പരുവത്തിന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഇതുപോലെ ഇത് അടച്ചു വെക്കുക. അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒരു അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന തരികൾ കിട്ടും തീർച്ചയായിട്ടും. കണ്ടോ, ഇതുപോലെ അതുകൂടെ നന്നായി കൈകൊണ്ട് ഞെരടി അരിച്ചെടുക്കുക. ഇപ്പോൾ ദാ മാവ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മൊത്തം 3/4 കപ്പ് നെയ്യ് എടുത്തിട്ട് അതിൽ നിന്നൊരു അര ഭാഗം ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി കൈവിടാതെ ഇളക്കി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി, ഇതിൻ്റെ കളറൊക്കെ മാറി, അതുപോലെ സ്മെല്ലൊക്കെ മാറി വരണം. അത്രയ്ക്കും നല്ല രീതിയിൽ ഇത് കണ്ടോ, ഇതുപോലെ നന്നായി വഴറ്റി വരണം. പിന്നെ ബാക്കിയുള്ള സ്വല്പം നെയ്യും കൂടെ ഇതിലേക്ക് ഈ ഒരു പരുവാകുമ്പോൾ ബാക്കി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ടോട്ടലി 3/4 കപ്പ് നെയ്യാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഓൾറെഡി നമ്മൾ അര കപ്പ് ഒഴിച്ചു. ഇനി ബാക്കിയുള്ള നെയ്യും കൂടെ ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വീണ്ടും കൈവിടാതെ ഇളക്കി നമുക്കിത് കുക്ക് ചെയ്യണം. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ആവും, അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. എന്നിട്ടിത് നന്നായി കുക്ക് ചെയ്യുക. ഇത് കുക്കാവും തോറും ഇതിങ്ങനെ ഒരു ഗ്രെയിനി എന്ന് പറയും, അതായത് ഇങ്ങനെ തരി ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ പാൽ ഒഴിച്ച ഉടനെ ഇതിൻ്റെ പരുവം മാറും. കണ്ടോ, ഇതിൻ്റെ നെയ്യൊക്കെ അബ്സോർബായി ടോട്ടലി ഇത് ശരിക്കും ഒരു ഇങ്ങനെ ഉതിർന്ന് വരുന്ന ഒരു മാവ് പോലെ ആവും. അപ്പം ഇത് ഇനിയും ഒട്ടും കൈവിടാതെ അടി പിടിക്കാതെ നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ പാലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഈർപ്പം കാണും. അത് ഡ്രൈ ആക്കി നല്ല പൊടി പോലെ ആക്കി എടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഇത് എടുക്കണം. ഇങ്ങനെ പൊടിയായിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ആറണം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കുക, 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു നുള്ള് കുങ്കുമപ്പൂ സ്വല്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുള്ളത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ചേർക്കേണ്ട, ഉണ്ടെങ്കിൽ ചേർക്കുക. എന്നിട്ടിതൊരു 1 കമ്പിപ്പതാവുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇത് നല്ല രീതിയിൽ തിളപ്പിക്കണം. ഇപ്പോൾ 1 കമ്പിപ്പതായോ എന്ന് നോക്കുക. അതിനായിട്ട് 2 വിരലിൻ്റെ ഇടയിൽ ഷുഗർ സിറപ്പ് എടുത്ത് വിടുമ്പം കണ്ടോ, ഇതുപോലെ വരണം. ഇതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുക, ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടലമാവ് നന്നായി ചൂടൊക്കെ മാറിക്കാണണം. ചൂട് മാറിയിട്ടേ ഈ സിറപ്പ് ഇതിൽ ഒഴിക്കാവേ. സിറപ്പ് ഒഴിച്ചിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് സ്വല്പം ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക. ഇത് വേഗം റെഡിയാവും കേട്ടോ. അപ്പം ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സെറ്റാവുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാൻ ആദ്യമേ റെഡിയാക്കി വെക്കുക. ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുക. അതിലേക്ക് നമുക്ക് ഈ മിശ്രിതം വേഗം ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമുക്കിത് പ്രസ് ചെയ്യണം. എന്നിട്ട് ഞാനിതിൽ കുറച്ച് സിൽവർ വർക്കിൻ്റെ ഇത് പേപ്പർ ഇതിൽ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ടിത് സെറ്റാവും വെക്കുക. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് എളുപ്പം സെറ്റായിക്കോളും. ഇപ്പോൾ ദാ സെറ്റായി. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേര് മോഹൻതാൾ എന്ന് പറയും. ഈ സ്വീറ്റിൻ്റെ പേര്. ഇത് കിട്ടു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പം വീണ്ടും കാണാം. ബൈ, സ്റ്റേ സേഫ്.